ഹലോ ഫ്രണ്ട്സ്, നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ടൈം ടേബിൾ തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. മെയ് 14 തൊട്ട് മെയ് ലാസ്റ്റ് വരെ പഠിക്കാനുള്ള ടോപ്പിക്സാണ് ടൈം ടേബിളാക്കി തന്നിട്ടുള്ളത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ഓരോ ദിവസവും ഒരു ക്വസ്റ്റ്യൻ വീഡിയോ ചെയ്യുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ അപ്പോൾ തന്നെ പറയില്ല. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഫസ്റ്റ് നമ്പർ ക്വസ്റ്റ്യൻ കാണുമ്പം കമൻറ്റിൽ 1 എന്ന് എഴുതിയിട്ട് അതിൻ്റെ ആൻസർ നിങ്ങളവിടെ ടൈപ്പ് ചെയ്യണം. സെക്കൻഡ് എന്ന് പറയുന്നത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എഴുതിയിട്ട് അതിനകത്ത് അതിൻ്റെ ഏത് ഓപ്ഷനാണെന്ന് വെച്ചാൽ ആ ഓപ്ഷൻ കൊടുക്കുക. ഈ രീതിയിൽ ചെയ്യുക. നിങ്ങൾ ആൻസർ നോക്കാൻ നിൽക്കരുത്, നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടുപിടിക്കുക. അപ്പോൾ വീഡിയോ ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് സ്പീഡിൽ പോകുമല്ലോ. സോ നിങ്ങൾ കുറച്ച് നേരം അതൊന്ന് പോസ് ചെയ്ത് നിർത്തിയിട്ട് ജസ്റ്റ് അത് ആലോചിച്ച് ആൻസർ കമൻറ്റ് ചെയ്ത ശേഷം അപ്പോൾ മെയ് 14 അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഡയറി സയൻസിൻ്റെ ആദ്യത്തെ ടോപ്പിക്കാണ്. സിലബസിലെ ആദ്യത്തെ കുറേ പോയിൻറ്റ്സ് ആണ്. അതായത് അതിൻ്റെ പ്രോപ്പർട്ടീസ്, അങ്ങനത്തെ കാര്യങ്ങൾ, മിൽക്കിനെ കുറിച്ചിട്ടുള്ള ബേസിക് കാര്യങ്ങളാണല്ലോ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ആദ്യം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി പ്രൈമറി എമൽസിഫയിങ് ഏജൻറ്റ് ഫോർ ഫാറ്റ് സസ്പെൻഡഡ് ഇൻ മിൽക്ക്? ഓപ്ഷൻസ്: ലാക്ടോസ്, കേസിൻ, ഫാറ്റ് ഗ്ലോബ്യൂൾ മെംബ്രെയിൻ, വേ. അപ്പോൾ ആൻസർ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക, എന്നിട്ട് 1 എന്ന് കമൻറ്റ് ചെയ്തിട്ട് അതിന് നേരെ ആൻസർ എഴുതുക. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ കോൺജുഗേറ്റഡ് പ്രോട്ടീൻ ഫൗണ്ട് ഇൻ ദി മിൽക്ക്? ഓപ്ഷൻസ്: കേസിൻ, ആൽബുമിൻ, ഗ്ലോബുലിൻ, മയോഗ്ലോബിൻ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി ഡോമിനൻ്റ് ക്ലാസ് ഓഫ് പ്രോട്ടീൻ ഇൻ ദി മിൽക്ക്? വേ, കേസിൻ, ആൽബുമിൻ, ഗ്ലോബുലിൻ. നാലാമത്തെ ക്വസ്റ്റ്യൻ, അപ്രോക്സിമേറ്റ്ലി വാട്ട് പെർസെൻറ്റേജ് ഓഫ് പ്രോട്ടീൻ ഇൻ ദി നോർമൽ ബോവൈൻ മിൽക്ക് കോൺസ്റ്റിറ്റ്യൂട്ട്സ് കേസിൻ? 50%, 60%, 70%, 80%. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ഇസ് കേസിൻ ടിപ്പിക്കലി സെപ്പറേറ്റഡ് ഫ്രം ദി മിൽക്ക്? ബോയിലിംഗ്, ഫ്രീസിംഗ്, ആസിഡ് precipitation or adding renin, filtration. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് സ്റ്റെബിലൈസേഴ്സ് ദി മൈസൽസ് ഇൻ വിച്ച് കേസിൻ ഈസ് ഡിസ്പേസ്ഡ് ഇൻ മിൽക്ക്? ആൽഫ കേസിൻ, ബീറ്റ കേസിൻ, കപ്പ കേസിൻ, ഗാമ കേസിൻ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് പോർഷൻ ഓഫ് കെ കേസിൻ സ്റ്റെബിലൈസസ് ദി മൈസൽസ് ഡ്യൂ ടു ഈസ് ഹൈഡ്രോഫിലിക് നേച്ചർ? എട്ടാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് പ്രോട്ടീൻ അക്കൗണ്ട്സ് ഫോർ അബൌട്ട് 50% ഓഫ് വേ പ്രോട്ടീൻസ് ആൻഡ് ഹാസ് എ ഹൈ കണ്ടന്റ് ഓഫ് എസെൻഷ്യൽ അമിനോ ആസിഡ്സ്? അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി മേജർ കാർബോഹൈഡ്രേറ്റ് ഫ്രാക്ഷൻ ഇൻ ദി മിൽക്ക്? ഗ്ലൂക്കോസ്, സുക്രോസ്, ലാക്ടോസ്, ഫ്രക്ടോസ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് സ്പീഷീസ് ഓഫ് ആനിമൽ ടിപ്പിക്കലി ഹാസ് ദി ഹയസ്റ്റ് പെർസെൻറ്റേജ് ഓഫ് ഫാറ്റ് കണ്ടന്റ് ഇൻ ഇറ്റ്സ് മിൽക്ക്? കൗ, ബഫല്ലോ, ഗോട്ട്, ഓൾ ഹാവ് സിമിലർ ഫാറ്റ് കണ്ടന്റ്. പതിനൊന്നാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് ദി ഡെൻസിറ്റി ഓഫ് ദി മിൽക്ക് ഈസ് ട്രൂ? പന്ത്രണ്ടാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിഗാർഡിംഗ് ഫ്രീസിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്സ് ഓഫ് മിൽക്ക് ഈസ് കറക്റ്റ്? അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് കേസിൻ ഇൻ മിൽക്ക് ഈസ് കറക്റ്റ്? പതിനാലാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് മൈക്രോ ഓർഗാനിസംസ് ആർ capable of surviving pasteurization and growing at refrigeration temperature, potentially causing milk spoilage?
ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഇസ് മിൽക്ക് ടിപ്പിക്കലി ഡെലിവേർഡ് ടു ദി ഡയറി പ്ലാന്റ്? ഇനിയുള്ളത് ഈ ക്വസ്റ്റ്യൻസിൻ്റെയൊക്കെ ആൻസറാണ്. അതായത് നമ്മൾ 15 ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തത്, അതിൻ്റെ ആൻസറുകളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്ത ആൻസറും ഇതും കറക്റ്റ് ആണെന്ന് കൂടി കമ്പയർ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയിൽ നമ്മൾ അടുത്ത ടോപ്പിക്കായിരിക്കും, അതായത് സിലബസ് വെച്ചിട്ട് നമ്മൾ ടോപ്പിക്സ് ഡിവൈഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അത് ബേസ് ചെയ്തിട്ട് രണ്ടാമത്തെ ദിവസത്തെ ടോപ്പിക്കായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്.